5-3. We have lost both teams. Immediate landing on the left. ലോകം ഇന്ന് അതിവേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും മൊബൈൽ, ഇന്റർനെറ്റ്, ടെക്നോളജി എന്നിവ ഉപയോഗിച്ച് കണക്റ്റഡായി ജീവിക്കുന്നു. ഈ ആധുനിക ലോകത്തിന്റെ മധ്യത്തിലും പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ മനുഷ്യ സ്പർശം പോലും വളരെ കുറവായിരിക്കുന്ന ഒരു സ്ഥലം ഇന്നും നിലനിൽക്കുന്നു. ഇന്ത്യയുടെ ഭാഗമായ നോർത്ത് സെന്റിനൽ എന്ന ഒരു ചെറിയ ദ്വീപ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡിന്റെ ഭാഗമായ ഈ ദ്വീപ് ബേ ഓഫ് ബംഗാളിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ദ്വീപിന്റെ പ്രത്യേകത എന്തെന്നാൽ ഇത് സ്വാഭാവികമായും മനുഷ്യ ലോകത്തിൽ നിന്ന് പൂർണ്ണമായും വേർതിരിച്ചിരിക്കുന്നു. ചുറ്റുമുള്ള കോറൽ റീഫ്സ് കാരണം വലിയ കപ്പലുകൾ പോലും ഈ ദ്വീപിന്റെ അടുത്ത് പോലും എത്തുകയില്ല. നിബിഡമായ വനങ്ങൾക്കുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് പുറം ലോകത്തിന് യാതൊരുവിധ വ്യക്തതയുമില്ല. ഈ ദ്വീപിൽ ജീവിക്കുന്നത് സെന്റിനീൽസ് എന്ന ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്. ഇവരുടെ പോപ്പുലേഷൻ എത്രയുണ്ടെന്ന് കൃത്യമായ അറിവില്ല. ഏകദേശം 100 അല്ലെങ്കിൽ 150 ആളുകൾ മാത്രമാണെന്നാണ് കണക്കാക്കുന്നത്. അവർ ഇന്നും ഹണ്ടർ ആൻഡ് ഗ്യാദറർ വിഭാഗത്തിൽപ്പെടുന്നു. മത്സ്യം പിടിക്കുന്നതും കാട്ടിൽ നിന്ന് ഭക്ഷണം തേടുന്നതും കല്ലും മരവും ഉപയോഗിച്ച് ആയുധങ്ങൾ ഉണ്ടാക്കുന്നതുമാണ് ഇവരുടെ ജീവിത രീതി. ആധുനിക ലോകത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതൊന്നും അവർക്കില്ല. അവർക്ക് അവരുടേതായ ആ ലോകം. പക്ഷേ ഇവരെ ഏറ്റവും കൂടുതൽ പ്രത്യേകമാക്കുന്നത് ഇവരുടെ ഒറ്റപ്പെടൽ തന്നെയാണ്. ഇവർ പുറത്തുള്ള ലോകവുമായി യാതൊരു ബന്ധവും ആഗ്രഹിക്കുന്നില്ല. അവരെ സമീപിക്കാൻ ശ്രമിച്ച പലരും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ചരിത്രം തുടങ്ങുന്നത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ്. മോറിസ് വിഡൽ ഫോർട്ട്മാൻ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആദ്യമായി ഈ ദ്വീപിലേക്ക് എത്തിച്ചേർന്നു. അദ്ദേഹം കുറെ ട്രൈബൽ ആളുകളെ ബലമായി പിടിച്ചുകൊണ്ടുപോയി. പക്ഷെ അതിനുശേഷം അവർക്ക് പുറം ലോക രോഗങ്ങൾ ബാധിക്കുകയും മരണപ്പെടുകയും ചെയ്തു. ഈ സംഭവമാണ് സെന്റിനീൽസിനും പുറം ലോകത്തിനുമിടയിൽ ഉള്ള ഡിസ്ട്രസ്റ്റ് ഉണ്ടാക്കിയത്. പിന്നീട് 1974 ഒരു ഡോക്യുമെന്ററി ഫിലിം ക്രൂ ഈ ഐലൻഡിലെത്തി. അവർ സമാധാനപരമായി തേങ്ങ പോലെയുള്ള ഗിഫ്റ്റുകളൊക്കെ നൽകാൻ ശ്രമിച്ചു. പക്ഷേ ട്രൈബൽ ആളുകൾ അത്ര അങ്ങോട്ട് അടുത്തില്ല. അവർ അവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് അവരെ ആക്രമിച്ചു. ഇത് അവരുടെ അഗ്രഷന്റെ ക്ലിയർ വാർണിംഗ് ആയിരുന്നു. 2006 ഒരു ട്രാജിക് സംഭവം ഉണ്ടായി. 2 മത്സ്യബന്ധന തൊഴിലാളികൾ ബോട്ട് അപകടത്തിൽപ്പെട്ട് ഈ ദ്വീപിലേക്ക് എത്തിച്ചേർന്നു. പക്ഷേ ഈ ട്രൈബൽ ആളുകൾ അവരെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അവരെ തിരഞ്ഞിറങ്ങിയ ഹെലികോപ്റ്ററുകൾക്ക് എതിരെയും ആയുധങ്ങൾ ഉപയോഗിച്ച് അമ്പുകൾ പായിച്ച് ഇവർ അക്രമാസക്തരായി. ഇത് അവരുടെ ഐസൊലേഷൻ എത്ര സ്ട്രിക്റ്റ് ആണെന്ന് നമ്മളെ ലോകത്തിനെ കാണിച്ചു തന്ന ഒരു സംഭവം കൂടിയായിരുന്നു. പിന്നീട് 2018 ഏറ്റവും വിവാദമായ ഒരു സംഭവം ഉണ്ടായി. ജോൺ അലൻ ചൗ എന്ന ഒരു യുവാവ് ഇല്ലീഗലായി ഈ ഐലൻഡിലേക്ക് പ്രവേശിച്ചു. അവന്റെ ലക്ഷ്യം അവിടെ ക്രിസ്ത്യാനിറ്റി പ്രചരിപ്പിക്കുക എന്നതായിരുന്നു. പലതവണ അവൻ അവിടെ പോകാൻ ശ്രമിച്ചു. പക്ഷേ ആദ്യ ദിവസം തന്നെ അവർ അമ്പുകൾ ഉപയോഗിച്ച് അവൻ വാർണിംഗ് കൊടുത്തു. പിന്നീട് അവൻ വീണ്ടും പോയപ്പോൾ അവനെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഈ ഐസൊലേഷൻ അവർ സ്വയം തിരഞ്ഞെടുക്കുന്നതല്ല. അവരുടെ സർവൈവൽ സിസ്റ്റം തന്നെ ഈ ഐസൊലേഷനാണ്. ഇന്ത്യൻ സർക്കാർ ഈ ഐലൻഡിനെ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ഏരിയ ആക്കി മാറ്റിയിട്ടുണ്ട്. ഏകദേശം 5 കിലോമീറ്റർ വരെ നോ എൻട്രി സോൺ ഉണ്ട്. അവിടെ ആർക്കും പോകാൻ അനുവാദമില്ല. അവിടെ പോകുന്നത് തന്നെ നിയമപരമായി കുറ്റകരമാണ്. കാരണം 2 കാര്യങ്ങളാണ്. 1, ട്രൈബൽ കമ്മ്യൂണിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക. 2, പുറം ലോകത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക. കാരണം ഏറ്റവും വലിയ ഭീഷണി വയലൻസ് അല്ല, രോഗങ്ങളാണ്. ഈവൻ ചെറിയൊരു ജലദോഷം വന്നാൽ പോലും ഇത് ആ ട്രൈബൽ കമ്മ്യൂണിറ്റിയെ അവരുടെ ജീവൻ തന്നെ വളരെ ഭീഷണിയാകുന്നതാണ്. അതിനാൽ ഒരു ചെറിയ കോണ്ടാക്റ്റ് പോലും ആ ഒരു എൻറ്റയർ ട്രൈബിനെ നശിപ്പിക്കാൻ കാരണമാകും. ഇന്ന് വരെ അവരുടെ ഭാഷ, സംസ്കാരം, ചരിത്രം ഒന്നിനും പൂർണ്ണമായിട്ടുള്ള ഒരു അറിവില്ല. അവർ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ രഹസ്യങ്ങൾ ഒന്നായി തുടരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരു ചോദ്യം ബാക്കി. സിവിലൈസേഷൻ എന്നത് എന്താണ്? ടെക്നോളജിയുള്ള ജീവിതമാണോ? അതോ പ്രകൃതിയോട് ചേർന്ന് പുറം ലോകത്തെ കംപ്ലീറ്റ്ലി റിജക്റ്റ് ചെയ്ത് ജീവിക്കുന്ന അവരാണോ?